എനിക്ക് ഈ MR അജിത് കുമാറിൻ്റെ കാര്യങ്ങളാണെന്ന് അറിയേണ്ടത്. MR അജിത് കുമാറിന്റെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽസ്, കാരണം ഇയാളുടെ ഇപ്പൊ ഒരു സർവശക്തനായി നിൽക്കുന്നത് കൊണ്ടും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി സാറിന്റെ വലിയ അടുപ്പം ഉള്ളത് കൊണ്ടും ഇയാളെ കുറിച്ച് ആലോചിക്കാൻ തന്നെ പേടിയാ. അത് ഞാനൊരു ഉദാഹരണം പറയാം. അത് ഞങ്ങൾ കേഡറിൽ വരുമ്പോൾ ഞങ്ങളൊക്കെ സർവീസ് എഴുതുന്നത് തന്നെ ഈ വിജയൻ സാറിന്റെ ഒരു തീവ്ര ആരാധകരായിട്ടാണ്. കാരണം ഒരു സാധാരണക്കിടയിൽ നിന്ന് വന്ന മനുഷ്യൻ, ഒരു കല്ല് വെട്ടുകാരനായ മനുഷ്യൻ കഷ്ടപ്പെട്ട് പഠിച്ചു വരുന്നു, സർവീസിൽ വരുന്നു, എന്നിട്ട് അയാൾ സ്റ്റുഡൻസ് പോലീസ് കളക്ടറുടെ വലിയ ഒരു പോപ്പുലർ ആകുന്നു. അത്രയും പ്രശസ്തിയിൽ നിൽക്കുന്ന മനുഷ്യനും ഭയങ്കര നമുക്കൊക്കെ പേടിയായിരുന്നു സത്യത്തില്. അതായത് അത്രയും പുള്ളിക്ക് ജനങ്ങളുടെ ഇടയ്ക്ക് ഒരു വലിയ പോപ്പുലർ ഫിഗർ ആണെങ്കിൽ പോലീസിന്റെ കാര്യത്തിൽ നന്നായി ജോലി ചെയ്യിപ്പിക്കുന്ന ഒരാളും കൂടെയാണ്. അപ്പൊ അതിൽ നമ്മൾ പേടിയായിരുന്നു. അപ്പൊ അത്രയും സർവശക്തനായിരുന്ന ഒരു മനുഷ്യനെ പുള്ളി ഒരു ഇദ്ദേഹം അദ്ദേഹത്തെ നശിപ്പിച്ചു കളഞ്ഞില്ലേ, സസ്പെൻഡ് ചെയ്തത്. അപ്പൊ അതിനൊക്കെ ഒരൊറ്റ കാര്യമുള്ളൂ MR അജിത് കുമാർ എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹം ഇത്രയും ഗവൺമെന്റിന് വേണ്ടപ്പെട്ട ആളായിട്ട് നിൽക്കുകയാണ്. അയാൾ ഗവൺമെന്റിന് വേണ്ടപ്പെട്ട ആളൊന്നുമല്ല SP, അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അദ്ദേഹം അങ്ങനത്തെ ആളാണെന്നുണ്ടെങ്കിൽ ഈ ഗവൺമെന്റിന് അല്ല, ഞാനൊന്ന് പറയട്ടെ, SP-ക്ക് ഇപ്പോൾ അത് അറിയുന്നുണ്ടാവില്ല. അദ്ദേഹം അങ്ങനെ ഗവൺമെന്റിന് വേണ്ടപ്പെട്ട ആളായിരുന്നെങ്കിൽ ഈ സാജൻ സ്കറിയയുടെ കാര്യത്തിൽ, മറുനാടൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് അവനെ രക്ഷപ്പെടുത്താൻ ഇത്രയും വലിയ ശ്രമം അയാൾ നടത്തിയത്? പക്ഷെ MLA ഈ കാര്യം ശശി സാറിനൊക്കെ അറിയൂ? എനിക്ക് സംശയമുണ്ട്. ശശി സാറിന് ഇപ്പം അത് അറിയെങ്കിൽ MR അവിടെ ഇരിക്കൂലല്ലോ.